വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പപ്പിമോൾക്ക് സുഖമല്ലേ വിഷ്ണുവച്ചൻ കണ്ടിട്ട് എൻ്റെ പൊന്നെ കണ്ടിട്ട് എത്ര നാളായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവച്ചനെ കാണാത്തത് കൊണ്ടുള്ള ഒരു സുഖക്കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതൊക്കെ മാറി എന്ന് പറയുകയാണ്. തുടർന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വിഷ്ണു ഇങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്. അകത്തേക്ക് കയറിയിട്ട് കുഞ്ഞിനെ താഴത്ത് നിർത്തുന്നുണ്ട്. അന്നേരം രാഘവന്മാർ അങ്ങോട്ട് എണീച്ച് നിൽക്കുകയാണ്. എന്നിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ അടിപിടി നോക്കുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം മോനെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇടാൻ ചോദിക്കുമ്പോൾ അച്ഛാന്നും പറഞ്ഞ് വിഷ്ണു രാഘവന്മാരെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. തുടർന്ന് രാഘവന്മാർക്കങ്ങ് സങ്കടവും കരച്ചിലും ഒക്കെ വരുന്നുണ്ട്. അന്നേരം എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അടിമുടി വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ഒരു കുഴപ്പമില്ല അച്ഛൻ ഇരിക്കണം അച്ഛാന്നും പറഞ്ഞിട്ട് രാഘവന്മാരെ വിഷ്ണുവോടെ പിടിച്ച് ഇരുത്തുന്നുണ്ട്. തുടർന്ന് ശ്യാമയും രോഹിത്തും പിള്ളയും പൊന്നിയും എല്ലാവരും ഒക്കെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. തുടർന്ന് ശ്യാമ പറയുന്നുണ്ട് വിഷ്ണുവേട്ടൻ പോയതിൻ്റെ അന്ന് മുതൽ പിന്നെ പ്രാർത്ഥനയാണ് പപ്പിമോളുടെ ഊണും ഉറക്കവും ഇല്ലാതെ പപ്പിമോളുടെയും സത്യമോളുടെയും പ്രാർത്ഥന കേട്ടുകൊണ്ട് ദൈവം താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാകണം, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നിങ്ങനെ പറയുമ്പോൾ കുഞ്ഞിനെ വീണ്ടും അടുത്തേക്ക് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് കുഞ്ഞുങ്ങളുടെ മാത്രമല്ല ശാലിനിയുടെയും പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ്, ശരീരം നോക്കാതെ എനിക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടിയതിൻ്റെ ഫലം കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതിൽ നിന്നും തെളിവുകളെല്ലാം എനിക്ക് അനുകൂലമായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നും എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്നെ രക്ഷപ്പെടുത്തിയേ മതിയാകൂ എന്നുള്ള ശാലിനിയുടെ ഉറച്ച വിശ്വാസം അത് കോടതിയിൽ വ്യക്തമാക്കും വരെ പാവം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു എന്നും പറഞ്ഞ് ശാലിനിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴും രാഘവന്മാർ പറയുന്നുണ്ട് അതെ അത് തന്നെയാണ് യഥാർത്ഥ കാരണവും നിങ്ങൾ തമ്മിലുള്ള മനസ്സിലെ ഐക്യം നിന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് ശാലിനി മാത്രമാണ്, അതുകൊണ്ടാണ് അവൾ നീ രക്ഷിച്ചു കൊണ്ടുവന്നത്. നിങ്ങളുടെ മനസ്സുകൾ തമ്മിലുള്ള ആ ഒരു ചേർച്ച അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നീ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിന് നിങ്ങളുടെ ഭാഷയിൽ പ്രണയമെന്നോ എന്ത് വേണമെങ്കിലും പറയാം, ഞങ്ങളുടെയൊക്കെ പഴമക്കാർ മനസ്സിൻ്റെ ഐക്യം എന്നിങ്ങനെ പറയുന്ന രാഘവന്മാർ പറയുമ്പോൾ വിഷ്ണുവിന് അങ്ങ് സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുകയാണ് രണ്ട് വീടുകളിൽ താമസിച്ചിട്ട് മനസ്സിന് ഐക്യവും പ്രണയവും ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം വെച്ചാൽ, പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ മുറിവേൽപ്പിച്ച മുറിവുകളൊന്നും ഉണങ്ങാതെ ഇങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്, അതൊന്നും ഒരിക്കലും എനിക്ക് മറക്കാനായിട്ട് കഴിയില്ല എന്നിങ്ങനെ വിഷ്ണു ആണെങ്കിൽ ദേഷ്യത്തോടെയും വാശിയോടെ ഇങ്ങനെ രാഘവൻ നായരോട് സംസാരിക്കുകയാണ്. ഈ സമയത്ത് സത്യഭാമയാണെങ്കിൽ വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അകത്തുനിന്ന് ഓടി ഇറങ്ങി വരുന്നുണ്ട്. വിഷ്ണുവിനെ കാണുമ്പോൾ ഭാമയ്ക്ക് ആകെ അങ്ങ് സന്തോഷമാണ്. എൻ്റെ ആ മോനെയെന്നും പറഞ്ഞ് ഓടി വന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് നിന്നിട്ട് വിഷ്ണുവിൻ്റെ കൈ അങ്ങോട്ട് മുറുകെ പിടിക്കുകയാണ്. എന്നിട്ട് ഷട്ടിലും ഒക്കെ പിടിച്ച് തോളിലും ഒക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് പെട്ടെന്ന് ആ കൈ അങ്ങോട്ട് വലിച്ചെടുക്കുകയാണ്. അന്നേരം മോനെ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് ജനിപ്പിച്ച അച്ഛനേക്കാളും അമ്മയ്ക്ക് തന്നെയാണ്. അത് പണ്ടും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ ആയിരുന്നു. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ ഞാൻ അമ്മയാണ് വിളിച്ചുകൊണ്ട് ചെന്നിട്ടുള്ളത്. അത് അച്ഛനെ കുറച്ചാക്കി കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അമ്മയായിരുന്നു അന്ന് എൻ്റെ ബലം. അമ്മ കൂടെ ഉണ്ടെങ്കിൽ എന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കി എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് ഇതുവരെ സാധിച്ചില്ലല്ലോ. എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് എന്നൊക്കെ ചോദിച്ചറിയാനോ അത് നേടിത്തരാനോ ഒക്കെ എൻ്റെ അമ്മയ്ക്ക് സാധിച്ചോ എന്നൊക്കെ ഇങ്ങനെ കൈ ചൂണ്ടിയൊക്കെ വിഷ്ണു ദേഷ്യത്തോടും വാശിയോടും ഒക്കെ ചോദിക്കുകയാണ്. എന്നെ ഒരു നിമിഷമെങ്കിലും മനസ്സിലാക്കാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം മോനെ എന്നൊക്കെ പിന്നെ സത്യഭാമ വിളിക്കുന്നുണ്ട്. അന്നേരം വേണ്ട ഇനി ഒന്നും പറയണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വിഷ്ണു തടുത്ത് നിർത്തുകയാണ്. എൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരാനായിട്ട് എൻ്റെ അമ്മയ്ക്ക് എന്നെ ഒരു ശകലം പോലും എന്നെ മനസ്സിലാക്കാനായിട്ട് എൻ്റെ അമ്മയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അമ്മയോടുള്ള ദേഷ്യം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പുറമെ സ്നേഹം നടിക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല. ഇതെൻ്റെ ജീവിതമാണ്, നാടകമോ സിനിമയോ ഒന്നുമല്ല, എൻ്റെ മാത്രം ജീവിതം. അതുകൊണ്ട് ഇവിടെ ഇനി മുതൽ എന്നോടുള്ള വെറുപ്പുള്ള ആളിനോടൊപ്പം ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ നിറങ്ങുകയാണ് എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ എല്ലാവരും അന്തം വിട്ട് വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. രാഘവന്മാർക്ക് ആകെ സങ്കടമാണ്. രോഹിത്തും ശ്യാമയും പപ്പിമോളും ഒക്കെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് അച്ഛനോട് രാഘവന്മാരോട് പറയുകയാണ്, അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എനിക്കിതല്ലാതെ വേറൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇതെൻ്റെ ജീവിതമാണ്, ഇനി ഞാൻ എൻ്റെ ജീവിതം നോക്കിയേ മതിയാവും, അതുകൊണ്ട് ഞാനിവിടെ നിറങ്ങുകയാണ്, അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. എന്നിട്ട് രാഘവൻ നായർ ഇങ്ങനെ മോനെന്ന് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു അതൊന്നും വകവയ്ക്കാതെ അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ്. തുടർന്ന് ആകെ വിഷമിക്കുന്ന ഭാമയാണെങ്കിൽ രാഘവന്മാരോട് പറയുന്നുണ്ട്, രാഘവേട്ട അതേ നമ്മുടെ മോൻ വിഷ്ണു പോവുകയാണെന്ന്, അവനോട് പോകരുതെന്ന് പറ രാഘവേട്ട എന്ന് പറയുമ്പോൾ എന്തിനെ അവൻ പോയിക്കോട്ടെ, എന്തിനും അവനെ ഇനി എന്തിനാണ് പിടിച്ചു നിർത്തുന്നത്, അവൻ്റെ ഇഷ്ടങ്ങൾ സാധീകരിക്കാനായിട്ട് നിനക്ക് സാധിക്കില്ലല്ലോ, നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ്റെ ജീവിതം നോക്കി ജീവിക്കട്ടെ. അമ്മ കോഴിക്കാണെങ്കിൽ കുഞ്ഞുങ്ങളെ എന്നും ചിറകിനടിയിൽ ഒളിപ്പിച്ച് വയ്ക്കാൻ സാധിക്കില്ലല്ലോ, പ്രായമാകുമ്പോൾ അവരവരുടെ ജീവിതം തേടിപ്പോകും. അല്ലെങ്കിൽ അമ്മ ആണെങ്കിൽ
അതിനെ കൊത്തി അകറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷെ നീ കൊത്തി അകറ്റില്ല, കൊത്തി വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ്റെ ഇഷ്ടപ്രകാരം പൊയ്ക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞ് രാഘവൻ നായർ കൈയൊഴിയുകയാണ്. തുടർന്ന് രോഹിത്തിനോടും ഭാമ ചെന്ന് പറയുന്നുണ്ട്, രോഹിത്തെ പറയടാ, അവനോട് പോവല്ലെന്ന് പറയടാന്ന്. അന്നേരം എന്തിനാണ് പിന്നെ സത്യാമ്മേ ഞാൻ പിന്നെ വിഷ്ണു ബ്രോയുടെ ജീവിതം നശിപ്പിച്ചതിൽ ഒരാളായിട്ട് ഞാനും കൂടി കൂടാനോ? വിഷ്ണു ബ്രോയുടെ ജീവിതം നോക്കിപ്പോട്ടെ, ശാലിനിയുമായിട്ട് ഇവിടെ ഒന്നിച്ച് കഴിയാനല്ലേ സത്യാമ്മയ്ക്ക് വിരോധമുള്ളൂ. അവർ വേറെ എവിടെയെങ്കിലും പോയി ഒന്നിച്ച് കഴിഞ്ഞോട്ടെ, ആ ജീവിതം നമുക്ക് നോക്കിക്കാണാം, അകലെ നിന്ന് മാത്രം നമുക്ക് നോക്കിക്കാണാം എന്നിങ്ങനെ എടുത്തെടുത്ത് പിന്നെ രോഹിത്തും ഒക്കെ പറയുമ്പോൾ ഭാമ അങ്ങ് നിസ്സഹായമായിട്ട് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ തൻ്റെ ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ബാഗൊക്കെ കാണുമ്പോൾ അയ്യോ എന്നും പറഞ്ഞിങ്ങനെ വായിൽ വിരലൊക്കെ വെക്കുന്നുണ്ട്. തുടർന്ന് അച്ഛ ഞാൻ ഇറങ്ങുകയാണെന്ന് പറയുമ്പോൾ രാഘവൻ നായർ വിഷമം കൊണ്ട് മുഖം അങ്ങ് തിരിക്കുന്നുണ്ട്. അന്നേരം രോഹിത്തെ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിൻ്റെ തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് ഞാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞ് അങ്ങോട്ട് തിരിയുകയാണ്. അന്നേരം ഭാമ മോനെയെന്നും പറഞ്ഞ് പിടിച്ച് നിർത്തുകയാണ്. അന്നേരം ഈ അമ്മയെ വിട്ട് നീ പോവോടാ എന്നിങ്ങനെ 2-3 വട്ടം ചോദിക്കുമ്പോൾ പോകും എന്നിങ്ങനെ ഉറച്ച് മുഖത്ത് നോക്കി തന്നെ വിഷ്ണു പറയുകയാണ്. അതിലങ്ങ് ശ്വാസം നിലയ്ക്കുന്നത് പോലെ സത്യഭാമയ്ക്ക് തോന്നുന്നുണ്ട്. ആകെ വിഷമിച്ചങ്ങ് തളർന്നാണ് ഭാമ നിൽക്കുന്നത്. തുടർന്ന് വിഷ്ണു അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും പിടിച്ച് നിർത്തുകയാണ്. അന്നേരം ഒരു ദിവസം നിന്നെ കാണാതെ നിന്നോട് സംസാരിക്കാതെ ഈ അമ്മയ്ക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. മറ്റെന്തിനേക്കാളും എനിക്ക് നിന്നെ വേണം. നീ ഇല്ലാതെ ഈ അമ്മയ്ക്ക് ജീവിക്കാനേ കഴിയില്ല. നിൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയും രോഹിത്തും പിന്നെ എല്ലാവരും ഇങ്ങനെ സത്യഭാമയെ ശ്രദ്ധിക്കുകയാണ്. എൻ്റെ ശ്വാസവും നിശ്വാസവും ഒക്കെ നീയാണ്. നിനക്ക് ചിലപ്പോൾ എന്നെ കാണാതെ ജീവിക്കാനോ ഒക്കെ കഴിഞ്ഞേക്കും, പക്ഷേ എനിക്കതിന് കഴിയില്ല. അമ്മയ്ക്ക് മോൻ തന്നെയാണ് ഏറ്റവും വലുത്. എൻ്റെ ശ്വാസവും നിശ്വാസവും നീ എന്നതുപോലെ അത് നിലയ്ക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ 2 പേരും ഈ വീട്ടിൽ വേണം. ശാലിനിയെ കൂട്ടിക്കൊണ്ട് വന്നാലേ നിൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാവുമെങ്കിൽ അതിനും ഈ അമ്മ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷ്ണുവിനെ തൊഴുന്ന പോലെ കരഞ്ഞുകൊണ്ട് ഭാമ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വിഷ്ണു ഇങ്ങനെ പ്രതീക്ഷയോടെ സത്യഭാമയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഭാമ ആകെ കരഞ്ഞ് ബഹളം, ഒരമ്മയുടെ ആ സങ്കടം മുഴുവൻ സത്യഭാമ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വിഷ്ണുവിന് എല്ലാവർക്കും അങ്ങ് സങ്കടം വരികയാണ്. തുടർന്ന് കണ്ണീരൊക്കെ തുടച്ചിട്ട് സത്യഭാമ പറയുകയാണ്, ശാലിനിയെ ഇവിടേക്ക് തിരികെ വരുന്നതിൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് ആലോചിക്കട്ടെ. അതിനെന്ന് പറഞ്ഞ് എങ്ങലടിച്ചാണ് ഭാമ സംസാരിക്കുന്നത്. പക്ഷേ എൻ്റെ മോൻ എനിക്ക് കുറച്ച് സമയം തരണം എന്നിങ്ങനെ വിഷ്ണുവിൻ്റെ മുമ്പിൽ തൊഴുത് കൈയോടെ ഇങ്ങനെ സത്യഭാമ നിൽക്കുകയാണ്. എന്നിട്ട് അപ്പോൾ വിഷ്ണു ഇങ്ങനെ എല്ലാവർക്കും അങ്ങനെ സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് ബാക്കിയുള്ളവരുടെ മുഖത്തൊന്ന് നോക്കാൻ കഴിയാത്തതിനാൽ ഭാമ പെട്ടെന്ന് കണ്ണീരൊക്കെ തുടച്ചിട്ട് അകത്തേക്ക് അങ്ങ് കയറി ഓടുകയാണ്. തുടർന്ന് പപ്പി പറയുകയാണ്, വിഷ്ണു വെച്ചാൽ ആ ബാഗിങ് തന്നെ ഇനി ഒരു യാത്ര ഇല്ലല്ലോ എന്നും പറഞ്ഞ് പപ്പിയെ ബാഗിങ് വാങ്ങിക്കുന്നുണ്ട്. തുടർന്ന് രോഹിത്ത് വന്ന് വിഷ്ണുവിൻ്റെ തോളിലേക്ക് തട്ടിയിട്ട് വിഷ്ണു ബ്രോ കാര്യങ്ങളൊക്കെ ഇത്രയും സ്മൂത്തായ സ്ഥിതിക്ക് ഇനി പൊടിക്ക് സ്വപ്നമൊക്കെ ആകാൻ കേട്ടോ എന്നും പറഞ്ഞ് തോളിൽ ഇങ്ങനെ തട്ടുകയാണ്. അന്നേരം വിഷ്ണു ശ്യാമ ഇങ്ങനെ ഓർക്കുകയാണ്, ഈശ്വര ഇപ്പോഴാണ് ശ്വാസം നേരെ വീണതെന്നും പറഞ്ഞ് ശ്യാമ നിൽക്കുന്നുണ്ട്. രാഘവൻ നായർക്കും പൊന്നിക്കും പിള്ളയ്ക്കും ഒക്കെ സന്തോഷമാകുമ്പോൾ രോഹിത്ത് അങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഓർക്കുന്നുണ്ട്, അന്ന് ആദ്യമായി കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ പിന്നെ വിളക്കും കൊടുത്ത് ശാലിനിയാണെങ്കിൽ ആ വീട്ടിലേക്ക് കയറി വന്ന നിമിഷമൊക്കെ ആലോചിക്കും വിഷ്ണുവിൻ്റെ ഒരു ചിരിയും ഒക്കെ വരുന്നുണ്ട്. അന്നേരം ആ പഴയ ഓർമ്മയിലേക്ക് പോയപ്പോൾ അവൻ്റെ മുഖം പോയത് കണ്ടില്ലേ എന്നും പറഞ്ഞ് രാഘവൻ നായർ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് നിൻ്റെ അമ്മ ഇപ്പോൾ തന്നെ വാക്കുണ്ടല്ലോ, അതെന്തായാലും ഒരിക്കലും മാറ്റില്ല എന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്ന് പപ്പിമോളെ അടുത്തേക്ക് വിളിച്ചിട്ട് രാഘവൻ നായർ പറയുകയാണ്, അപ്പോൾ മോളുടെ പ്രാർത്ഥന, എൻ്റെയും മോളുടെയും ഒക്കെ പ്രാർത്ഥന കൃഷ്ണഭഗവാൻ കേട്ടോ എന്നും പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ നെറ്റിയിലേക്ക് ഒരു മുത്തമൊക്കെ രാഘവൻ നായർ കൊടുക്കുന്നുണ്ട്. ആകെ എല്ലാവരും ഒരു സന്തോഷമട്ടിൽ തന്നെയാണ്. ഇതേസമയം കുടുംബശ്രീ വീട്ടിൽ ശാലിനിയാണെങ്കിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അന്നേരം ശാന്ത കൊണ്ടുവന്നൊരു ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. ശാന്തേച്ചി സ്പെഷ്യൽ ചായയാണ്, മോള് പോകാൻ ഇറങ്ങുന്നത് കണ്ടെടുത്തതാണ്, ഇത് കുടിച്ചിട്ടേ പോകാമെന്നൊക്കെ പറയുമ്പോൾ എന്നും പറഞ്ഞ് അത് വാങ്ങിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിച്ചുകൂടെയും ചോദിക്കുകയാണ്. അന്നേരം ഈ സമയത്ത് എനിക്കൊന്നും ഇറങ്ങില്ല, ഞാൻ അനുവിനെ വിട്ട് ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിച്ചോളാം എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ചായ എങ്ങനെയുണ്ട് എന്ന് ശാന്തയെ ചോദിക്കുമ്പോൾ ഇതിൽ ഏലക്ക ഇട്ടല്ലേ കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് ബാക്കി ഇതിൽ വേറെന്തൊക്കെ ചേർത്തു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സീക്രട്ടാണ്, ശാരദാമ്മയ്ക്ക് കൂടി എടുക്കാമെന്ന് പറഞ്ഞ് ശാന്ത എങ്ങകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ട് ശാലിനി പറയുന്നുണ്ട്, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് വിഷ്ണുവേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, അത് കുടിച്ച് തീരുന്നത് വരെ ആൾ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും, സത്യാമ്മയുടെ വീട്ടിലാണെങ്കിൽ ഞാൻ തന്നെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിഷ്ണുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്ത് വിഷ്ണു ആണെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് ഇങ്ങനെ ബുള്ളറ്റിൽ വരുന്നത് കാണിക്കുന്ന ആകെ സന്തോഷത്തിൽ വണ്ടി ഓടിച്ച് വിഷ്ണു വരികയാണ്. തുടർന്ന് പിന്നെ ശാരദാമ്മ ചോദിക്കുകയാണ്,
അപ്പോൾ സത്യാമ്മയ്ക്ക് വിഷ്ണുവിനെ വെറുതെ വിട്ടതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സത്യാമ്മയാണ്. അതിനായിട്ട് നീയാണ് ഓടി നടന്നത് എന്നൊക്കെ അവർക്കറിയാം, അവർക്ക് ഏറ്റവും കൂടുതൽ അറിയാമെന്നൊക്കെ പറയുമ്പോൾ ശാലിനിയും പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദേഷ്യവും വാശിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന്. അന്നേരം അത് എപ്പോഴും അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് കഴിയുമോ, മകനെ നിയന്ത്രിച്ച് പോകാനായിട്ട് കഴിയില്ല എന്ന് ഇപ്പോൾ അവർക്ക് തോന്നിക്കാണും. എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു അമ്മ മകനെ ജീവിക്കാൻ സമ്മതിക്കാതെ എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോളെ, സത്യാമ്മ ഇപ്പോൾ സന്തോഷിച്ച് നിൽക്കുന്ന സമയമാണല്ലോ, അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കിക്കൂടെ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ അതൊന്ന് ആലോചിക്കണമേ. സത്യ വിഷ്ണുവേട്ടൻ്റെ മകളാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പപ്പിയും എൻ്റെ മകളാണ് എന്നുള്ളത് പറയുമ്പോൾ ഇത്രയുമൊക്കെ കള്ളങ്ങൾ ഒളിപ്പിച്ച് വെച്ചതിനും അവരെയൊക്കെ പറ്റിച്ചതിനും ശ്യാമയെ അവിടെ നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ, എന്നെ പിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ, അതൊന്നും അമ്മയ്ക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കൂടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വിഷ്ണു വരുന്നത്. ആ ബുള്ളറ്റ് കൊണ്ടുവന്ന് വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് വണ്ടി നിർത്തി വിഷ്ണു ഇങ്ങനെ ഉമ്മറത്തേക്ക് കയറുമ്പോൾ അവർ കാണുന്നുണ്ട്. അന്നേരം ചായയുമായിട്ട് തന്നെ ശാലിനി ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട്, വിഷ്ണു ശാലിനിയെ തന്നെ നോക്കുകയാണ്. അന്നേരം ഇറങ്ങാൻ തുടങ്ങിയായിരുന്നോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇപ്പോൾ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വരണമെന്ന് തോന്നി അതുകൊണ്ട് വന്നു എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. ശാലിനിയാണെങ്കിൽ ഒരു പിണക്കത്തിലും ഇച്ചിരി ദേഷ്യത്തിലും ഒക്കെയാണ് എന്ന പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതേസമയം ശാരദാമ്മയും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എന്താ വന്നൂടായിരുന്നോ, വരാൻ പാടില്ലായിരുന്നോ എന്നിങ്ങനെ വിഷ്ണു ഇത് കുഴപ്പമായോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ഒരു കുഴപ്പമില്ല, മോൻ വന്നതിനൊരു കുഴപ്പമില്ല, അകത്തോട്ട് കയറിയിരുന്ന് സംസാരിക്കാമെന്ന് ശാരദാമ്മ പറയുമ്പോൾ വേണ്ട ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അകത്ത് കയറിയിരുന്ന് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പുറത്ത് നിന്ന് പറഞ്ഞിട്ട് പോട്ടെ അമ്മേ എന്നിങ്ങനെ ശാലിനി ചെറിയ പിണക്കം പോലെയും സംസാരിക്കുകയാണ്. അന്നേരം മോളെ എന്നിങ്ങനെ ശാരദാമ്മ വിളിക്കുന്നുണ്ട്. പക്ഷെ വിഷ്ണു ആ ശാലിനിയുടെ ആ ദേഷ്യമൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഇങ്ങനെ ശാലിനി തന്നെ ശ്രദ്ധിച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം സത്യാമ്മ അറിഞ്ഞിട്ട് തന്നെയാണോ മോൻ വന്നത് എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ അതെ അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അല്ലാതെ തന്നെ ചാടി പുറപ്പെടില്ലല്ലോ എന്നിങ്ങനെ വീണ്ടും പിണക്കത്തോടെ ശാലിനി സംസാരിക്കുകയാണ്. അന്നേരവും വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് ഇല്ല ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ആ സോപാനത്തിലേക്ക് വിഷ്ണു ഇരിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ വിഷ്ണു അവിടത്തേക്ക് ഇരിക്കുമ്പോൾ എന്തായാലും വന്നതല്ലേ ഈ ചായ ഇങ്ങോട്ട് കുടിച്ചോന്നും പറഞ്ഞാൽ ആ ശാലിനി ആ കുടിച്ച് ബാക്കി വെച്ച ചായ ഇങ്ങോട്ട് വിഷ്ണുവിന് നേരെ നീട്ടുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട് മോളെ വിഷ്ണുവിന് വേറെ ചായ കൊടുക്കാമെന്ന് പറയുമ്പോൾ വിളിച്ചിട്ടൊന്നും വന്നതല്ലോ, പ്രതീക്ഷിക്കാതെ വന്നതല്ലേ, അപ്പോൾ ഈ തണുത്ത ചായ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിന് നേരെ നീട്ടുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശാലിനിയുടെ ആ കുറുമ്പ് ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് എനിക്കിത് മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വാങ്ങിച്ചിട്ട് വിഷ്ണു അങ്ങോട്ട് കുടിക്കുകയാണ്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് അല്ല താനുണ്ടാക്കിയതാണോ ഇത്, ഞാൻ വരുമെന്ന് അറിയാമായിരുന്നോ എന്നിങ്ങനെ കുടിച്ചിട്ട് ചോദിക്കുമ്പോൾ എവിടെയോ കുടിച്ച ഒരു ചായയുടെ ഒരു രുചിയുടെ ഒരു ഓർമ്മ വന്നു കാണുമല്ലേ, അതൊന്നുകൂടി ഓർമ്മിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഞാനിത് കുടിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശാലിനിയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ട്. ശാലിനിയും വിഷ്ണുവിൻ്റെ കണ്ണിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയാണ്. തുടർന്ന് വിഷ്ണു അത് ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മയ്ക്ക് ഇവരുടെ നോട്ടം എല്ലാം കണ്ടിട്ട് അല്ല നിങ്ങൾ സംസാരിക്കും ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയും പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു അവിടെ വെച്ചിട്ട് ഇല്ല ശാരദാമ്മയോട് നിന്നേ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. ശാരദാമ്മ കൂടി കേൾക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറയുകയാണ്. അന്നേരം ശാലിനിയാണെങ്കിൽ വലുതായിട്ട് വിഷ്ണു പറയുന്നത് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല, വേറെ എങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുകയാണ്. അന്നേരം നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് അമ്മ ഇങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്, ഇയാളെ കൂട്ടിക്കൊണ്ട് പോകാൻ എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മയ്ക്കും അങ്ങ് സന്തോഷമാകുന്നുണ്ട്. ശാലിനി ഇങ്ങനെ ആ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ ആ ഒരു സന്തോഷത്തിൽ വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ആകെ ആശ്വാസത്തിൽ ശാരദാമ്മ നിൽക്കുകയാണ്. അന്നേരം അത് നന്നായി എന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ് എൻ്റെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ ശാലിനി കൂടി ഉണ്ടെങ്കിൽ മതിയാകൂ എന്ന് അമ്മയ്ക്ക് മനസ്സിലായി, ഇപ്പോൾ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യമായി എന്ന് പറയുമ്പോൾ ഈശ്വരൻ കാത്തു എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ പറയുന്നുണ്ട് അതെന്തായാലും നന്നായി, ഇനി മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പാഴി കളയരുത്, കുറച്ച് അല്ലേ ഉള്ളൂ മനുഷ്യ ജീവിതം, അത് സന്തോഷത്തോടുകൂടി ജീവിച്ച് തീർക്കാൻ നോക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ശാലിനിയും ശാലിനി വിഷ്ണു ഇങ്ങനെ കണ്ണിൽ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് ശാരദാമ്മയെ അകത്ത് നിന്ന് ശാന്ത വിളിക്കുമ്പോൾ ശാരദാമ്മ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. സന്തോഷമായില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി ആണെങ്കിൽ വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ശാലിനി ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം മൊത്തമായിട്ട് അങ്ങ് എടുക്കാൻ പോവുകയാണ്, ഒരുപാട് സങ്കടപ്പെട്ടതല്ലേ, ഇനിയിപ്പോൾ കരയാനായിട്ട് തൻ്റെ കണ്ണിലും കണ്ണീര് ബാക്കിയില്ല, എൻ്റെ കണ്ണിലും ബാക്കിയില്ല, അതുകൊണ്ട് ആ ഭാഗം മൊത്തമായിട്ട് നമ്മൾ എടുത്തങ്ങ് കളയാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിനെ ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് എന്നിങ്ങനെ ശാലിനി ചോദിക്കും
ചോദിക്കുമ്പോൾ എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ അകത്തേക്ക് നോക്കിയിട്ട് അതേ ശാരദാമ്മ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി അങ്ങോട്ടത്തേക്ക് അങ്ങ് നോക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ പെട്ടെന്ന് ശാലിനിയെ പൊക്കി അങ്ങ് എടുക്കുകയാണ്. രണ്ട് കയ്യിലെ ഇങ്ങനെ പൊക്കിയെടുത്ത് അങ്ങ് വട്ടം കറക്കുന്നുണ്ട്. അന്നേരം അയ്യോ വിഷ്ണുട്ട എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ സന്തോഷത്തോടെ ശാലിനി ഇങ്ങനെ വട്ടം കറക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയാണ് ശാലിനി പോകാനായിട്ട് ഇറങ്ങുമ്പോൾ രാമേട്ടൻ വണ്ടിയും കൊണ്ട് വരുന്നതും വിഷ്ണു ആ ടയറിൻ്റെ കാറ്റഴിച്ച് വിടുന്നതും പിന്നീട് ബുള്ളറ്റിൽ വിഷ്ണു തന്നെ ശാലിനിയെ കൊണ്ടുപോകുന്നതും ഒക്കെ നല്ല അടിപൊളി സീനുകളാണ്. പിന്നീട് സത്യഭാമ ഇങ്ങോട്ടത്തേക്ക് വരുന്നതും ഒക്കെ ഉണ്ട്. അതൊക്കെ അടുത്ത വരും എപ്പിസോഡുകളിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്